ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയിലാണ്. ഇത് ഇവിടുത്തെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാൻ കാണാൻ പോകുന്നത് ഇവിടുത്തെ അതിമനോഹരമായ സ്ഥലമായ മോസ്റ്റാർ എന്ന സ്ഥലത്താണ്. മോസ്റ്റാറിനെ അറിയപ്പെടുന്നത് സിറ്റി ഓഫ് സൺഷൈൻ എന്നാണ്. അപ്പം ഉണ്ടല്ലേ, ഇപ്പം തന്നെ നല്ല സൺഷൈൻ അടിക്കുന്നുണ്ട്. രണ്ട് പ്രവിശ്യകളായി കിടക്കുന്ന ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന രാജ്യത്തിലെ ഹെർസഗോവിന എന്ന പ്രവിശ്യയുടെ തലസ്ഥാനമാണ് മോസ്റ്റാർ. ഞാൻ ഇപ്പോൾ പോകുന്ന സരയാവോ എന്ന പട്ടണത്തിൽ നിന്നും ഏകദേശം 125 കിലോമീറ്റർ ഉണ്ട് മോസ്റ്റാറിലേക്ക്. മീറ്റ് ബോസ്നിയ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും ഒരു 1 ഡേ ടൂർ ബുക്ക് ചെയ്തിരുന്നു. അവരുടെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 60 യൂറോ ആണ് ഒരു ദിവസം ഫുള്ളായിട്ട് മോസ്റ്റാർ പോയി വരാനുള്ള ടൂറിൻ്റെ ഫീസ്. മോസ്റ്റാർ ഈ യാത്രയിലെ അവസാന സ്റ്റോപ്പാണ്. അതിന് മുന്നേ യൂറോപ്പിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടം, പിന്നെ ഒരു പുഴയിലുണ്ടാക്കിയ ഒരു സൂഫി ഹൗസ്, അങ്ങനെ പല അടിപൊളി സംഭവങ്ങളും കാണാനുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മോസ്റ്റാറിൻ്റെ കാഴ്ചകളിലേക്ക്. മോസ്റ്റാർ പോകുന്ന വഴി ഫസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ കൊനീസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തിയാണ്. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അന്ന് പോയി നോക്കാം. ട്രഡീഷണൽ ചീസ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ബാഗ് ഉണ്ട്, അത് ആടിൻ്റെ തോലാണ് പോലും. ഓക്കെ. ഇവിടുത്തെ കൊനീസിലെ ഏറ്റവും പ്രശസ്തമായ കൊനീസ് ബ്രിഡ്ജാണിത്, കണ്ടില്ലേ. നെരേത്ത റിവറാണ് ഈ പോണത്. ഇതിന് നെരേത്ത റിവറിനാണ് ഈ റിവറിൻ്റെ പേര്. വെള്ളം നോക്കി, എന്ത് ക്ലിയറിലെ വെള്ളം നോക്കുക. ബാക്ക് ഡ്രോപ്പ് ഫുള്ള് മലകളൊക്കെ ആയിട്ട് ഇത് ഭംഗിയല്ലേ കാണാൻ. അവിടെ ഒരു പള്ളി മിനാരം കണ്ടില്ലേ, അതിൻ്റെ മോൾ ഭാഗം പൊട്ടിപ്പോയത് ഇവിടുത്തെ യുദ്ധത്തിൽ പൊട്ടിപ്പോയിട്ട് അവരത് അതേപോലെ യുദ്ധത്തിൻ്റെ സ്മാരകമായിട്ട് കീപ്പ് ചെയ്താണ് ഇപ്പോഴും, കണ്ടില്ലേ. കൊനിച്ചിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് വീണ്ടും വണ്ടി യാത്ര തുടർന്നു. അടുത്ത സ്റ്റോപ്പ് ക്രാവിച്ച വാട്ടർഫോളാണ്. മോസ്റ്റാർ അടുക്കും തോറും പ്രകൃതിയുടെ ഭംഗി കൂടി വരികയാണ്. മലമ്പ്രദേശത്തുള്ള റോഡായതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരുപാട് ടണലുകളുണ്ട് പോണ വഴിക്ക്. ചില ടണലുകൾക്ക് കിലോമീറ്ററോളം നീളമുണ്ട്. പോണ വഴിക്ക് ഒരു ടോയ്ലറ്റ് ബ്രേക്കിൽ നിർത്തി കേട്ടോ. അപ്പോൾ വ്യൂ കാണിച്ചേ. ഓക്കെ. ഈ വ്യൂ നോക്കിയേ. ഇവിടെ ഒരു ചെറിയൊരു ബാത്റൂം ബ്രേക്ക് നിർത്തിയാണ്. അപ്പോൾ വ്യൂ ആണിത്. ഓക്കെ. വാവ്. കോവാച്ചെവിക് റെസ്റ്റോറൻറ്റ് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഈ ബ്രേക്ക് നിർത്തിയത്. 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ പ്രശസ്തമായത്. ഒന്ന് ഈ വ്യൂ, രണ്ടാമത്തത് ഇവിടുത്തെ ഈ ലാമ്പ് ബാർബിക്യൂ. കണ്ടില്ലേ, നരകത്തിലെ ആട് ഒരുപാടെണ്ണം ഒരുമിച്ച് നിന്ന് കറങ്ങുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ആൾക്കാർ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ഞങ്ങളിപ്പോൾ ലഞ്ച് ടൈം അല്ലാത്തതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇവിടുന്ന് ഈ വ്യൂ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. വീണ്ടും ക്രാവിച്ച വാട്ടർഫോളിലേക്കുള്ള യാത്ര തുടർന്നു. അടുത്ത് കാണാൻ പോകുന്നത് ക്രവിച്ച വാട്ടർഫോൾ എന്ന് പറയുന്നൊരു വാട്ടർഫോളാണ്. ക്രവിച്ച ഇത് യൂറോപ്പിലെ നയാഗ്ര എന്ന് അറിയപ്പെടുന്ന കേട്ടോ. അപ്പം വണ്ടി ഇവിടെ നിർത്തി, വണ്ടി മുകളിൽ നിർത്തി. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വാട്ടർഫോളിൻ്റെ സൗണ്ട് കേൾക്കാം. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് വ്യൂ ആണിത്. ഓക്കെ. ഇവിടെ അടുത്തേക്ക് നമുക്ക് പോവാം. വാട്ടർഫോളിലേക്കുള്ള വഴി ഇങ്ങനെ നല്ല കല്ലൊക്കെ പാകി അടിപൊളിയാക്കിയിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ അത് ഹാൻഡ് റെയിലൊക്കെ വെച്ചിട്ട്. ക്രവിച്ച വാട്ടർഫോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയേ, ഒരുപാട് വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. ഓക്കെ. എന്ത് ഭംഗിയല്ലേ. ഇവിടെ വാട്ടർഫോൾ ഉണ്ടാക്കിയ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ബോട്ടിങ് ചെയ്യാം. ഒരുപാട് ആൾക്ക് കുളിക്കുന്നുണ്ട് ഈ വാട്ടർഫോളിൽ. മീനുകൾ നോക്കിയ വെള്ളത്തിൽ ഉണ്ടോ. മൊസ്റ്ററിൽ നിന്ന് 40 കിലോമീറ്ററാണ് ഈ ക്രാവിച്ച വാട്ടർഫോളിലേക്കുള്ളത്. വാട്ടർഫോളിലെ ഏറ്റവും
ഹൈറ്റ് കൂടിയ വാട്ടർഫോളിന് 25 മീറ്ററാണ് ഹൈറ്റ് ഉള്ളത്. പിന്നെ ഈ തടാകം കണ്ടില്ലേ, ഈ തടാകത്തിന് 120 മീറ്ററാണ് വീതിയുള്ളത്. ആൾക്കാർ ബോട്ട് ചെയ്യുന്നുണ്ടല്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കൂടെ, അടിപൊളിയാവും അല്ലേ. 25 യൂറോ ആണ് ഒരു റൗണ്ട് ബോട്ടിന് പോയിട്ട് ഒരാളുടെ ചാർജ്. ഈ റീജിയനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പിക്നിക് സ്പോട്ട് കൂടിയാണിത്. കാരണം ഒരുപാട് പേര് പിക്നിക്കിന് വരുന്നുണ്ട് ഇവിടെ. ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ പേരിലാണ് കേട്ടോ ഈ വാട്ടർഫോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു കൗൺസിലറാണ് അദ്ദേഹം. ക്രൈവിച്ച വാട്ടർഫോൾ കണ്ടു കഴിഞ്ഞ് അടുത്ത പോകുമ്പോൾ ഒന്ന് ബ്ലഗായ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. മൊസ്റ്റാർ പോണ വഴിക്ക് ബ്ലഗായ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ബ്ലഗായ് എന്ന് പറഞ്ഞാൽ എഴുതുക, ബ്ലഗായ് എന്നാണ് അവർ പറയാം. അവിടെ ഒരു ദർവിഷ് ഹൗസ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. അടിപൊളി ലാൻഡ്സ്കേപ്പ് ആട്ടോ. ബ്ലഗായിലേക്ക് എത്തി. ഇതാണ് വ്യൂ. ഓക്കെ, 1520 ഒട്ടോമൻസ് ഉണ്ടാക്കിയാണ് ഇവർ ഗോഡ് ഹൗസ് എന്ന് വിളിക്കുന്ന ദർവിഷ് ഹൗസ്. സൂഫികൾക്ക് വേണ്ടി ഉണ്ടാക്കിയാണ് ഒട്ടോമൻസ്. ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ സൊവനീർ വെക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതാണ് ദർവിഷ് ഹൗസ്. ഉള്ളിൽ പോയി നോക്കാം എന്താണെന്നുള്ളിൽ. ഇതാണ് ഇതിൻ്റെ പേര്, തെക്കിയ ബ്ലഗായ്. നാഷണൽ മോണുമെൻ്റ് ആണ്. തെക്കിയ എന്ന് ഈ ദർവിഷ് ഹൗസിന് പറയുന്ന പേരാട്ടോ. ഉള്ളിൽ കയറി ഒരു തണുപ്പ്. അബ്ദഷ്താന ഒതുണ്ടാക്കുന്ന സ്ഥലമാണ്. 15-ാം നൂറ്റാണ്ടിലാണ് ഇതുണ്ടാക്കിയത്. ദർവീഷുകൾ സൂഫിസമല്ലേ, അതിൻ്റെ ആൾക്കാരായിരുന്നു. അവരുണ്ടാക്കിയതാണിത്. ഈ ഇതിനുള്ളിൽ വെച്ചാൽ അവരുടെ പ്രധാനപ്പെട്ട ഏതോ ആൾക്കാർ മരിച്ച് ഇതിനുള്ളിൽ കബറടക്കിയിട്ടുണ്ട്. അതാണ് ഈ ബിൽഡിങ്. ഇവിടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ദർവിഷ് ഹൗസിൻ്റെ ഉള്ളിലൊന്ന് പോയി നോട്ടെ എന്തൊക്കെ ഉള്ളതെന്ന്. നിസ്കരിക്കാനുള്ള സംഭവം എന്താണ്? Yeah, so peaceful. അയ്യോ നോക്കി. മരാട്ടത് ഒരു നടക്കുമ്പോൾ ഒരു ക്രാക്ക് സൗണ്ട് ഉണ്ടല്ലോ. എന്താ ഇവിടെ വേറെ റൂമുണ്ട്. ഇനി മുകളിൽ എന്തല്ല പോയി നോക്കട്ടെ. മരത്തിൻ്റെ സ്റ്റെപ്പാണ്. ഇതിലിങ്ങനെ കാർപ്പറ്റ് ഇട്ടുണ്ട്. ഇവിടെ മിനാരൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ബാങ്ക് വിളിക്കാറുണ്ട്. ഇവിടെ നിന്നിട്ട് ഇന്നത്തെ കാലത്ത് 1500 കേട്ടോ. 400-500 കൊല്ലം 600 കൊല്ലം മുന്നുള്ള ഇതാണ് പറയണത്. സീലിംഗ് നോക്കി, അന്നുണ്ടാക്കിയ അതേ സീലിംഗാണ്. 1400 ഉണ്ടാക്കിയ അതേ സീലിംഗ് അതേമാതിരി കിട്ടിയത് നോക്കി. ഇത് ഭംഗിയാൽ. ഇതാണ് ഹമ്മാം, ബാത്റൂം അന്നത്തെ കാലത്ത്. ഓക്കെ, ആഴ്ചയിൽ 3 ദിവസമാണ് ദർവിഷരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയെന്ന് പറഞ്ഞു. ബാക്കിയുള്ള ദിവസം പല റിലീജിയസിൻ്റെ ആൾക്കാരും കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. കാത്തലിക്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ. ഗുഹയിലേക്ക് പ്രാവുകൾ പോകണം നോക്കിയാൽ അതിനുള്ളത് പുറത്ത് വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡ് പോയി കഴിഞ്ഞാൽ ഈ സൂഫിയാസിന് നല്ലൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങോട്ട് പോയി കേട്ടോ. ആ സൈഡിലൂടെ നടക്കുന്ന പോകണം, പോയി നോട്ടെ. വ്യൂ നോക്കിയൊക്കെ. വാവ്, ഇത് ഭംഗിയല്ലേ, അടിപൊളി വ്യൂ. ആ ഗുഹൻ്റെ ഉള്ളിൽ കൂടുന്ന ഒഴുകി തന്നെ വെള്ളം ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴുകി പോകണം. ഇവിടുന്ന് ഒരു വ്യൂ കൂടി ഉണ്ട്.
നോക്കിക്കേ വ്യൂ, അടിപൊളി അല്ലേ? ആ സൂപ്പർ. ഇത്ര പീസ്ഫുള്ളായ സമാധാനപരമായ ഒരു സ്ഥലം ദർവിഷർക്ക് പ്രാർത്ഥിക്കാൻ വേറെ എവിടെ കിട്ടില്ലേ? വാവ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്ര ഗ്രാമമായ പോച്ചിറ്റൽ കാണാനാണ് അടുത്തായിട്ട് പോകുന്നത്. ഇത് മൊസ്റ്റാറിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരത്തിലാണ്. ഈ ഒരു കുത്തനെയുള്ള കയറ്റം ഇടുങ്ങിയ വഴി കയറിയിട്ട് വേണം ആ ഗ്രാമത്തിലെത്താൻ. ഗ്രാമത്തിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. മുകളിൽ നിന്നും ഗ്രാമത്തിലൂടെ നടന്ന് താഴേക്ക് ഇറങ്ങി വരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പൊച്ചീറ്റിലെത്തി ഈ ഒരു കോട്ടവാതിൽ കടന്നിട്ട് വേണം ഗ്രാമത്തിലേക്ക് കടക്കാൻ. ബോസ്നിയയിൽ എവിടെ പോയി കഴിഞ്ഞാലും ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഈ ബുള്ളറ്റ് മാർക്സ് ഉണ്ടാവും. നോക്കിയേ, അവിടെയൊക്കെ ബുള്ളറ്റിൻ്റെ മാർക്സ് ആണ് അല്ലേ? അയ്യോ നോക്കിയേ, 14-ാം നൂറ്റാണ്ടിൽ ഒട്ടോമൻസ് ഉണ്ടാക്കിയ ഒരു ഫോർട്ടിഫിക്കേഷനാണിത്. നോക്കിയാൽ അങ്ങോട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ വാളുകളാണിത് കാണുന്നത്, ഉണ്ടല്ലേ? നെരേത്തോ റിവറിൻ്റെ കരയിലാണ് ഈ ഗ്രാമം ഉണ്ടാക്കിയിട്ടുള്ളത്. 1992 നടന്ന യുദ്ധത്തിൽ ഈ ഗ്രാമത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ആകെ 799 പേര് മാത്രമാണ് ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നത്. ബാക്കി എല്ലാവരും ഇവിടെ ഇട്ടേച്ച് പോയി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതൊരു ഇവിടുത്തെ വാട്ടർ റിസർവോയർ ആണെന്നോ. ഈ പട്ടണത്തിലേക്ക് ഈ സ്റ്റോണിൻ്റെ ഇതുണ്ടല്ലേ, ഈ വില്ലേജിലേക്കുള്ള വെള്ളം നിറച്ചിരുന്നത് ഇതിലായിരുന്നു പോലും, ഈ റിസർവോയറിൽ. ഇപ്പോൾ ഇത് തൂർത്തുണ്ട്. ഇവിടുത്തെ ലാസ്റ്റ് ഫ്ലോറിൽ ഈ ബിൽഡിങ്ങുകളൊക്കെ നശിപ്പിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമത് റീബിൽഡ് ചെയ്താണ്. പിന്നെ കുറേ ഭാഗങ്ങൾ ബോംബെടുത്ത് തകർത്ത അതിൻ്റെ റിമൈൻസ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയാണ്. 600 വർഷം പഴക്കമുള്ള സംഭവങ്ങളാണ്. ഓക്കെ, ഒട്ടോമൻസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അവരുടെ സ്റ്റൈലിലൊരു പള്ളി ഉണ്ടല്ലോ, തുർക്കിഷ് സ്റ്റൈലിലൊരു പള്ളി ഉണ്ടാവും. അവിടെ ഹമ്മാം എന്ന് പറഞ്ഞിട്ട് ബാത്ത് ഹൗസുകൾ ഇരുന്നത് കാണാം, ഉണ്ടല്ലേ? ഫുള്ള് കല്ലുകൾ ഉണ്ട്, ഈ കരിങ്കല്ലുകൾ ഉണ്ടാക്കിയാണ്ട് ഫുള്ള്. പ്രൈവറ്റ് ഗാർഡനാണിത്, ഒന്ന് കയറി നോക്ക്. ഒരു പ്രായമായ ഭാര്യയും ഭർത്താവാണ് ഇവിടെ താമസിക്കുന്നത്. യുദ്ധത്തിൻ്റെ സമയത്ത് അമേരിക്കയിലേക്ക് കുടിയേറിയാണ് ഈ കുടുംബം. ഒരുപാട് കാലം അവിടെ കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഇവർ മാത്രം ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്നാണ്. മക്കളിപ്പോഴും അമേരിക്കയിലാണ്. ഇവരുടെ റിട്ടയർമെൻറ്റ് ജീവിതം ഇവിടെ ആസ്വദിക്കുകയാണ്, പൂക്കളും പ്രകൃതിയൊക്കെ ആയിട്ട്. നമ്മൾ മുകളിൽ നിന്ന് കണ്ട പള്ളീൻ്റെ അടുത്ത് നിന്നുള്ള വ്യൂ ആണ് കേട്ടത്. പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് പോയി നോക്കട്ടോ. ആക്ച്വലി ഇതാണ് ഓൾഡ് മോസ്ക്, ശരിക്കുള്ള ഒറിജിനൽ മോസ്ക്. 1400 ഉണ്ടാക്കിയ മോസ്ക്. അത് യുദ്ധത്തിൻ്റെ ടൈമിൽ ഉണ്ടോ അതായിരുന്നു കാണുന്നത്, ഡിസ്ട്രോയ്. 1993 ബോംബിട്ട് തകർക്കപ്പെട്ടാണ്. ഇതായിരുന്നു അതിൻ്റെ സംഭവങ്ങൾ. ഇത് പിന്നെ റീബിൽഡ് ചെയ്താണ്, ഇല്ല ഇങ്ങനെ റീബിൽഡ് ചെയ്താണ്. ഈ പള്ളിൻ്റെ മുന്നിലുള്ള ഈ മരം കണ്ടില്ലേ, ഇത് ഈ പള്ളിനെക്കാട്ടിയും ഇവിടെ ഉണ്ടാക്കി 1400 ഉണ്ടാക്കിയ പള്ളിനെക്കാട്ടിയും പഴക്കമുള്ളതാണെന്ന് ഉണ്ടോ നോക്ക്. ഈ കണ്ട യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതിനൊന്നും പറ്റില്ല. ഈ ലാസ്റ്റ് യുദ്ധം 93 യുദ്ധം ഉണ്ടായപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗ്രനേഡ് പോയിരുന്നു. അത് പിന്നെ ഓട്ടോമാറ്റിക്കലി റെഡി ചെയ്തതാണ്. അത്രയും പഴക്കമുള്ള മരമാണിത്. ഓക്കെ, ആ വില്ലേജിലേക്കുള്ള ഗേറ്റാണ് കേട്ടോ. നമ്മൾ നേരെ ആക്ച്വലി ഓപ്പോസിറ്റാണ് പോകുന്നത്. മുകളിൽ പോയിട്ട് ഇവിടെ താഴേക്ക് ഇറങ്ങിയാണ്. ചിലവർ ഇവിടെ താഴെ നിന്ന് മേലേക്ക് കയറി പോകും. ഈ ടൂറിലെ ഏറ്റവും മനോഹരമായ സ്റ്റോപ്പായ മൊസ്റ്റാറിലേക്കാണ് അടുത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൊസ്റ്റാറിലെത്തി. മൊസ്റ്റാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനായ മൊസ്റ്റാർ ഓൾഡ് ബ്രിഡ്ജ് ആൻഡ് ബാക്കാണ്, കണ്ടില്ലേ? 1450-ൽ ഒട്ടോമൻസ് തുർക്കികൾ ഉണ്ടാക്കിയ ബ്രിഡ്ജാണിത്. ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ ക്രൊയേഷ്യൻസ്, മറ്റേ സൈഡിൽ ബോസ്നിയൻ മുസ്ലിംസ് ആണ് താമസിക്കുന്നത്. അപ്പം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ ഉണ്ടാക്കിയ ബ്രിഡ്ജാണിത്. 1993 യുഗോസ്ലാവ് വാറിൽ ഈ ബ്രിഡ്ജ് ബോംബിട്ട് തകർത്തിരുന്നു.
ആ വീഡിയോ ആണിത്. അതിനുശേഷം ഇത് പുതുക്കിപ്പണിതാണ്, ഒരുപാട് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി പുതുക്കിപ്പണിതാണ് ഈ ബ്രിഡ്ജ്. സ്റ്റാരി മോസ്റ്റ് എന്നാണ് ഇവിടുത്തുകാർ ഈ ബ്രിഡ്ജിന് പറയാം. അതിൽ നിന്ന് തന്നെയാണ് ഈ സിറ്റിക്ക് മോസ്റ്റാർ എന്ന പേര് വന്നത്. സ്റ്റാരി മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് കീപ്പേഴ്സ് എന്നാണ് അർത്ഥം. നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം അപ്പുറത്തുള്ള ഓൾഡ് സിറ്റിയിലേക്ക് എത്താൻ. പാലത്തിലേക്ക് കയറുന്ന വഴിയാണിത്. ഇതിൻ്റെ ഫ്ലോറൊക്കെ നോക്കി ഫുള്ള് ഈ നല്ല മിനുസുള്ള കല്ലുകൾ, സ്ലിപ്പറിയാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴിക്ക് വീഴും. മൊസ്റ്റാർ ഓൾഡ് ടൗൺ ആണിത്. ഇതൊരു പഴയ ഒരു പള്ളിയാണിത്. 1400 ഉണ്ടാക്കിയൊരു പള്ളിയാണ്. അന്നിവിടെ ലെതർ വർക്കേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പള്ളിയാണ്. കാരണം അവർ ലെതറൊക്കെ പണിയെടുക്കുമ്പം ഭയങ്കര സ്മെല്ല് വരും എന്ന് പറഞ്ഞിട്ട് അവർക്ക് മാത്രം നിസ്കരിക്കാൻ വേണ്ടി ഒരു പണക്കാരുണ്ടാക്കി കൊടുത്ത പള്ളിയാണിത്. ഈ സ്ട്രീറ്റ്സൊക്കെ എന്ത് ഭംഗിയത് കാണാം, നല്ല അടിപൊളി സംഭവങ്ങൾ. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നോക്കിയാണ് ബുള്ളറ്റിൻ്റെ മാർച്ച് ഉണ്ടല്ലേ, യുദ്ധത്തിൻ്റെ ബാക്കി, 93 യുദ്ധത്തിൻ്റെ ബാക്കിയാണത്. മെയിൻ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു ബ്രിഡ്ജുണ്ട് കേട്ടോ, ക്രൂക്കഡ് ബ്രിഡ്ജ് എന്ന് തന്നെ പറയാം, ചെറിയൊരു ബ്രിഡ്ജ്. ഈ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഫുള്ള് ഇങ്ങനെ ഉരുളൻ കല്ലുകൾ വെച്ചിട്ട് നല്ല മിനുസുള്ള കല്ലുകൾ. കുറച്ച് മുന്നോട്ട് നടന്നാൽ ഇവിടെ ഒരു പള്ളിയുണ്ട് പറഞ്ഞത്, അതിൻ്റെ മിനാരത്തിന് മുകളിൽ കയറിക്കണമെങ്കിൽ നമുക്ക് മൊസ്റ്റാറിൻ്റെ അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ. കോസ്കി മെഹമ്മദ് പാഷ മോസ്ക് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഇതാണ് പള്ളി. 1400 ഒട്ടോമൻസ് തുർക്കിയിലുണ്ടാക്കിയ പള്ളിയാണ്. ഇതിൻ്റെ മുകളിലാണ് കയറാൻ പോകുന്നത്. ടിക്കറ്റ് ഉണ്ട്, 15 മാർക്കാണ് ചാർജ്. അപ്പം പോയി നോക്കട്ടെ. ബാങ്ക് കൊടുക്കുന്ന സമയമാണ്. ഇതാണ് മുകളിലേക്കുള്ള വഴി, മിനാരത്തിന് മുകളിലേക്കുള്ള കയറുള്ള വഴി. വളരെ ഇടുങ്ങിയ വഴിയാണ്. കയറി നോക്കട്ടെ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിയില്ല, മുകളിലത്തേലും അറിയുള്ളൂ. വളരെ ഇടുങ്ങിയെന്ന് പറയാൻ വളരെ ഇടുങ്ങി. ഹൈറ്റ് പേരുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയിട്ട് പേടിയാവട്ടെ. എന്നാലും ആ വ്യൂ കാണാൻ പറ്റുള്ള കാര്യം ഇതാണ് വരുന്നത്. കുറേ ഹൈറ്റ് ഉണ്ട് കേട്ടോ. കയറി കുടുങ്ങിയ എത്തണമില്ല. കയറി കുടുങ്ങി വരേണ്ട തോന്നുന്നു, മുള്ളത്തണില്ല. ലൈറ്റ് കാണുന്നുണ്ട്, ഏകദേശം എത്തി തോന്നുന്നുണ്ട്. എത്തി. വാ, വ്യൂ നോക്കിക്കേ. സൂപ്പർ, അടിപൊളി വ്യൂ അല്ലേ. ആ പാലത്തിൻ്റെ മുകളിൽ നിന്നില്ലേ ആൾക്കാർ ചാടാൻ വേണ്ടി നിൽക്കണ്ടില്ലേ. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചാടും അതിന് മുകളിൽ നിന്ന്. അത് അവർ പൈസ വാങ്ങിയിട്ട് ഓരോരുത്തരുടെ അടുത്ത് നിന്ന് 2 യൂറോ ഒക്കെ വാങ്ങിയിട്ട് ആണ് ചാടുക. അപ്പോൾ ഇതാണ് ആ പള്ളിൻ്റെ മിനാരം. ഈ മിനാരത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഈ വ്യൂ കാണുന്നത്. മിനാരത്തിൻ്റെ ഏകദേശം മുകളിലെത്തി, അത്രയും ദൂരം താഴ്ന്ന് മേലേക്ക് വന്ന് ഞാൻ ഇത്രയും കൂടി മേലേക്ക് ബാക്കിയുണ്ട്. ഉണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. എന്താ വ്യൂ അല്ലേ, അടിപൊളി. മിനാരത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കട്ടോ. ഇവിടെ ഭയങ്കര ഇടുങ്ങിയ വഴി കണ്ടില്ലേ, ഇടുങ്ങിയ വഴിയാണ്, പക്ഷേ ഇങ്ങനെ നടന്നു നോക്കാം. അപ്പോൾ ഫുൾ മൊസ്റ്റാർ സിറ്റിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും നമുക്ക്. പറഞ്ഞ മാതിരി ഹൈറ്റ് പേടിയുള്ളവർ കുറച്ച് ബുദ്ധിമുട്ട് ഇതിൻ്റെ മുകളിൽ കയറിയാൽ, കാരണം ഇടുങ്ങിയ വഴികളാണ്, ഇടുങ്ങിയ സ്റ്റെപ്പുകളാണ്. 1993 യുഗോസ്ലാവ് വാറിൽ ഈ പാലം ഫുള്ളായിട്ട് തകർത്ത്, ബോംബിട്ട് തകർത്ത് പിന്നെ അത് റീബിൽഡ് ചെയ്താണ്. ഇത് ഒറിജിനൽ പാലല്ല, 1400 തുർക്സ് ഉണ്ടാക്കിയ, ഒട്ടോമൻസ് ഉണ്ടാക്കിയ പാലല്ല. അതിനുശേഷം ഈ ലാസ്റ്റ് 93 വാറിൽ, യുഗോസ്ലാവ് വാറിൽ
അത് തകർത്തിട്ട് വീണ്ടും ഇവർ പുതുക്കി പണിത. ഇവരല്ല, ഒരുപാട് കൺട്രീസിൻ്റെ ഹെൽപ്പോട് തുർക്കി, UN ഒക്കെ സപ്പോർട്ടോടുകൂടി ഇവർ റീബിൽഡ് ചെയ്ത പാലമാണത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പഴയതായിട്ടുള്ളൂ. നമ്മളതിൻ്റെ താഴത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ കുറേ കല്ല് പെറുക്കി വെച്ചിട്ടുണ്ട്, വലിയ വലിയ കല്ല്. അത് പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ആൾക്കാർ എന്താ പറയുക, പുഴയിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചാണ്. ഇനി തിരിച്ചിറങ്ങലും ഒരു ചടങ്ങാണ്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ വീതി. കറക്റ്റ് ഒരാൾക്ക് നിൽക്കാനുള്ള വഴിയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 100-200 സ്റ്റെപ്പിൻ്റെ മുകളിലുണ്ടാവും എന്നൊക്കെ തോന്നുന്നത്. മുഹമ്മദ് പാഷ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടക്കാനുള്ള വഴികളൊക്കെ ഇങ്ങനെ ഉരുളങ്കല്ല് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് നോക്കി. എന്ത് ഭംഗിയല്ലേ, പല ഡിസൈനുകളും, നല്ല മിനുസുള്ള കല്ല്, നല്ല ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, മ്യൂസിയം ഓഫ് വാർ ആൻഡ് ജനോസൈഡ് വിക്ടിം 1992-1995 എന്ന് പറഞ്ഞിട്ട്. അത് കയറി നോക്കണേ, പക്ഷേ സമയമല്ലേ ഇപ്പോൾ. ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഈ ഡോൺ ഫോർഗെറ്റ് 93 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ മരത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കി എനിക്ക് ഫ്രണ്ടിൽ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ബാക്കിൽ നോക്കിയാൽ നല്ല കൈ ചങ്ങലിട്ട് കിട്ടിയ കാണാൻ പറ്റും. നോക്കിയാൽ ബോംബ് വന്ന് വീണ സ്ഥലങ്ങളുണ്ട്, മറ്റേ ഷെല്ലുകളൊക്കെ വന്ന് വീണ് ഉണ്ടോ, കണ്ടില്ലേ? അതൊക്കെ അതേമാതിരി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും ചെയ്യാതെ ഈ ബിൽഡിംഗ് ഇട്ടുണ്ട്. ഈ വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നോക്കി, പൂക്കളൊക്കെ വെച്ചിട്ട് ഇത് രസമല്ലേ. ഈ മൊസ്റ്റാറിലെ ഓൾഡ് ബ്രിഡ്ജ് ഏരിയ എല്ലാം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടാണ്, സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങളുടെ പട്ടികകളിലാണ്. ഒരുപാട് സോവനീഴ്സൊക്കെ വെക്കുന്ന കടകളുണ്ട് അവിടെ. കോപ്പറിൻ്റെ പല സംഭവങ്ങൾ ഉണ്ടാക്കുന്ന കടകൾ, പെയിൻറ്റിങ്സ്. ഓൾഡ് സിറ്റിയിലൂടെ നടന്ന് വീണ്ടും നമ്മുടെ മൊസ്റ്റാർ ഓൾഡ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് എത്തിയത്. അതിന് മുകളിൽ നല്ല ആൾക്കാർ ചാടാൻ വേണ്ടി നിൽക്കുന്നത്. ആൾ വിചാരിച്ചത്ര പൈസ കിട്ടിക്കാണ് അതിന് മുകളിൽ നിന്ന് ചാടും. അപ്പോൾ ചാടും നോക്കട്ടെ നമുക്ക്. ഇവിടെ ഇരിക്കുന്ന 2 ആൾക്കാരുണ്ടല്ലോ, ഇവരാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന ആൾക്കാർ. ഇവരടുത്ത് ആൾക്കാരുടെ പൈസ വിരിച്ചിട്ട് അവർക്ക് വേണ്ടത്ര പൈസ ആയി കഴിഞ്ഞാൽ അവർ ചാടുന്നതിന് മുകളിൽ നിന്ന്. നമുക്ക് വേണമെങ്കിൽ ചാടട്ടോ, നമുക്ക് ചാടണമെങ്കിൽ ഇവിടെ ഒരു ഓഫീസുണ്ട്, അവിടെ പോയിട്ട് 25 യൂറോ അടയ്ക്കണം. 25 യൂറോ അടിച്ചിട്ട് ചെറിയ ചാട്ടങ്ങളുണ്ട്, ചെറിയ ഹൈറ്റില്ലാത്ത പാലത്തിൽ നിന്ന് ചാടി അവർ കാണിച്ചു കൊടുക്കണം, എന്നാലേ നമുക്ക് ഈ പാലത്തിൽ നിന്ന് ചാടാൻ പറ്റുള്ളൂ. ആ ഒരു മണി നേരം കാണില്ലേ, നേരത്തെ അതിൻ്റെ മുകളിലേക്ക് കയറി, അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഈ ബ്രിഡ്ജിൻ്റെ വ്യൂ കാണിച്ചിരുന്നതാണ്. അവിടെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ നടന്ന് പാലത്തിൻ്റെ മുകളിലെത്തി. ഈ കാണുന്നതൊക്കെ പഴയ പാലത്തിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളാണ്. ഈ 93 വാറിൻ്റെ മുന്നുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഹോട്ടലിൻ്റെ പേര് ഹിന്ദിൻ ഹാൻ. ഹിന്ദിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അറിയില്ല. ആ ചങ്ങാതി ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി വെച്ച് കുറേ നേരം കാത്തുന്നു. അവർ പൈസ കളക്ട് ചെയ്ത് ഇങ്ങനെ നടക്കാനല്ലാതെ ചാടണമല്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോവാം. 6:10 വണ്ടീൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 6 മണിയാവാനായി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തെന്ന് വലിയ പിടുത്തല്ല, തിരഞ്ഞു നോക്കട്ടെ. ഇതിനോട് മൊസ്റ്റാർ വീഡിയോയോട് നിർത്താണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.